പുഷ്പ 2 റിലീസിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുനെ പോലീസ് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യൽ 2.5 മണിക്കൂറിലധികം നീണ്ടുനിന്നു. പ്രത്യേക ഷോയ്ക്ക് എത്താൻ അനുമതി വാങ്ങിയിരുന്നോ, അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തിയത് എന്തിനെ തുടങ്ങിയ ചോദ്യങ്ങളാണ് അന്വേഷണ സംഘം അല്ലു അർജുനോട് ചോദിച്ചത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ ചേർന്നു. റഹീസ്, ഈ തെലങ്കാന പോലീസ് അല്ലു അർജുനെ ശരിക്കും കുരുക്ക് മുറുക്കുകയാണ്. ചോദിച്ച പല ചോദ്യങ്ങൾക്കും അല്ലു അർജുന് മറുപടി ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടതുകൊണ്ട് മൗനത്തിന് ഒരുപാട് പറയാനുണ്ടാകും. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ഓരോ നീക്കവും, തെലങ്കാന പോലീസിന്റെ ഓരോ നീക്കവും അത് അതീവ ജാഗ്രതയോടുകൂടിയാണ്, അത് അപ്രതീക്ഷിതമാണ്. എന്തായാലും ഇന്ന് അല്ലു അർജുനെ ചോദ്യം ചെയ്തത് 2.5 മണിക്കൂർ നീണ്ടു. ഇനിയും അല്ലു അർജുനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏറ്റവും പ്രധാനമായും ഈ വീഡിയോ ദൃശ്യങ്ങൾ, 10 മിനിറ്റ് നീണ്ട വീഡിയോ ദൃശ്യങ്ങൾ കൂട്ടിയെടുത്തുകൊണ്ട് പോലീസ് കൃത്യമായി നീങ്ങുകയാണ്. അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് ഇന്ന് അല്ലു അർജുനോട് ചോദിച്ചത്. കൃത്യമായി ചോദ്യ പട്ടിക തയ്യാറാക്കിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് അല്ലു അർജുനോട് ഉണ്ടായിരുന്നത്. 7 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അല്ലു അർജുനോട് ചോദിച്ചത്. അതിൽ ഏറ്റവും പ്രധാനം, ഇത്തരത്തിൽ ഒരു തിയേറ്ററിലേക്ക് വരാൻ ആരുടെ അനുമതിയാണ് അല്ലു അർജുൻ തേടിയത് എന്ന സുപ്രധാന ചോദ്യം ചോദിക്കുന്നു. ഒപ്പം തന്നെ തിയേറ്റർ ഉടമകൾ നേരത്തെ ഈ ഒരു അല്ലു അർജുൻ എത്തുന്നതിന് അനുമതി തേടിയിരുന്നു എന്നുള്ളൊരു വിവരം പങ്കുവച്ചു. മറിച്ച് ആ അനുമതി നിഷേധിച്ചിരുന്ന വിവരം അല്ലു അർജുൻ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അതായത് അല്ലു അർജുൻ അവിടെ എത്തിയത് തന്നെ പോലീസ് അനുമതി ഇല്ലാതെയാണ് എന്ന് ഈ ചോദ്യം ചെയ്യലിലൂടെ സ്ഥാപിച്ചെടുക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ രേവതി മരിച്ച വിവരം, ഈ തിക്കിലും തിരക്കിലും പെട്ട ഒരു യുവതി മരിച്ച വിവരം അല്ലു അർജുൻ അറിഞ്ഞത് എപ്പോഴാണ് എന്ന് പോലീസ് ചോദിക്കുന്നു. നേരത്തെ മാനേജറോട് ഈ വിവരം പറഞ്ഞിരുന്നു എന്ന് പോലീസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്, ഈ വിവരം പിറ്റേന്ന് മാത്രമാണ് അറിഞ്ഞത് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇവിടെ വന്നത് എന്തിന്, രണ്ടാമതൊരു യുവതി മരിച്ചിട്ട് എന്തുകൊണ്ട് ആ വിവരം അറിഞ്ഞിട്ട് പുറത്തേക്ക് വന്നില്ല, അവിടെ നിന്നും ഷോ കഴിയുന്നതിന് മുമ്പ് ഇറങ്ങി വരാൻ തയ്യാറായില്ല എന്ന് ചോദിക്കുന്നു. പിന്നീടാണ് ഈ അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തിയത് എന്തിനാണ് എന്ന ചോദ്യം ഉന്നയിക്കുന്നത്. അല്ലു അർജുൻ തൻ്റെ കാറിൻ്റെ സൺറൂഫ് തുറന്നുകൊണ്ട് ഈ ഒരു കാണികളെയൊക്കെയും അഭിവാദ്യം ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അടുത്തേക്ക് പാഞ്ഞെത്തുകയും ഈ തിക്കും തിരക്കുമൊക്കെ ഉണ്ടായത്. അതെന്തിനാണ് എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. നാലാമതായി, ഈ ബൗൺസേഴ്സിനെ ഏത് ഏജൻസിയിൽ നിന്നാണ് അല്ലു അർജുൻ അവരെ വിളിച്ചത്, ഒപ്പം തന്നെ എത്ര പേർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ അല്ലു അർജുൻ വന്നു കയറിയത് മുതൽ തിരിച്ചിറങ്ങിയത് വരെയുള്ള ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പോലീസ് ചോദിക്കുന്നുണ്ട്. അതിലൊക്കെയും അല്ലു അർജുൻ്റെ ഭാഗത്തു നിന്ന് പിഴവുണ്ടായി എന്ന് സ്ഥാപിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ സത്യത്തിൽ ഈ ചോദ്യം ചെയ്യൽ പട്ടിക, ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു പക്ഷേ അല്ലു അർജുൻ്റെ കുരുക്ക് മുറുകിയേക്കാം. കാരണം അല്ലു അർജുൻ നേരത്തെ പറഞ്ഞത് ഈ സ്ത്രീ മരിച്ചത് താൻ അറിഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷേ മാനേജറോട് ഇക്കാര്യം പറഞ്ഞിരുന്നതായി ഉത്തരവാദിത്തപ്പെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അനുമതിയില്ലാതെയാണ് അല്ലു അർജുൻ തിയേറ്ററിലേക്ക് വന്നത് എന്ന് ഈ ചോദ്യം ചെയ്യലിലൂടെ പോകുന്നില്ല. പോലീസിന് ചോദ്യങ്ങൾ ഏറെയുണ്ട്, പക്ഷെ അല്ലു അർജുൻ ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. തെലങ്കാന പോലീസ് അല്ലു അർജുന് കുരുക്ക് മുറുക്കുന്നു. മുഹമ്മദ് റഹീസ് ആണ് ചെന്നൈയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.